സത്യം പുള്ളിക്കാരിയും കുഞ്ചൂസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ സ്റ്റോറി നോക്കുന്ന സമയത്ത് പൊന്നൂസ് ഒരു സാഡ് സ്റ്റോറി അങ്ങോട്ട് ഇടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തുരുതുരാന്ന് പൊന്നൂസിന്റെ ഒരു ബിസിനസ് ഉണ്ട്, മറ്റേ ഒരു ജ്വല്ലറി ബിസിനസ് ഉണ്ട്, ഇതിന്റെ പോസ്റ്റ് ആണ് ഇടുന്നത്. ഒരു 10 പോസ്റ്റ് അത് ഇടും. അത്രയും മോശം അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകൂ, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവൂ. അപ്പൊ ലൈഫിലെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, അത്രയും മെന്റലി സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് നിത മുന്നോട്ട് വരുന്നത്. ഇൻസ്റ്റയിൽ ഭയങ്കര സാഡ് അടിച്ച് ഫെബ്രുവരി 12 മറ്റേ ഒറിജിനൽ അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നു. ഫെബ്രുവരി 13 ഇപ്പുറത്തെ ഇവരുടെ ജ്വല്ലറി ഷോപ്പിന്റെ അക്കൗണ്ടിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നു. വേഗം ഓർഡർ ചെയ്യൂട്ടോ എന്നും പറഞ്ഞിട്ട് ജനങ്ങളെ മൂഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രാങ്ക് ചെയ്ത് ജനങ്ങളെ ഒന്നടങ്കം പറ്റിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരെ ഓർമ്മ വരും. പക്ഷെ ഫോർ മീ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അവരാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രാങ്ക്സ്റ്റേഴ്സ്. കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക. ഞാൻ ഇമ്മാതിരി സാധനം എടുക്കാത്തതാണ്, നമ്മുടെ ചാനൽ ഇവരുടെ ടോപ്പിക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാത്തതാണ്. പക്ഷെ ഇവരുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഒരു മാസം മുന്നേ ഇവർ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് ഒരു വാർത്ത ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയതാണ്. മെയിൻ സ്ട്രീം ചാനലുകളിൽ വരെ അങ്ങനെ ഒരു വാർത്ത വന്നതാണ്. അത് കഴിഞ്ഞിട്ട് സുയിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നു. ആൻഡ് ഒരു മാസം കഴിഞ്ഞ് ഇന്ന് നട മാർച്ച് 14, ഇന്ന് ഇവരുടെ ചാനൽ വീണ്ടും ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ഡിവോഴ്സ് ആയില്ല, ഞങ്ങൾ ഒന്നിച്ചു ഗായ്സ് എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് അതിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടൊന്നും കൂട്ടിയൊന്നും വേണ്ട, ഇവരുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പം വീഡിയോയിലോട്ട് പോവാം. കാലാകാലങ്ങളായി എനിക്കൊന്ന് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് തൊട്ട് തന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരിങ്ങനെ തുടരുകയും ചെയ്യുന്നുണ്ട്. പറ്റിക്കൽ തുടരും. ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പിരിഞ്ഞു എന്നും പറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് ഈ പൊന്നൂസിന് അവിഹിതമാണെന്നും പറഞ്ഞിട്ട് സുജിം വരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ അവർ ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞു വരുന്നു. നിങ്ങൾ ഒന്നിച്ചതിൽ സന്തോഷം, പക്ഷേ ഈ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല. ഇവരെന്തിനാണ് ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത്? നിങ്ങൾ പ്രാങ്ക് ആണെന്നും പറഞ്ഞ് പ്രാങ്ക് ചെയ്ത് പറ്റിക്കൂ. എന്തിനാണ് ഞങ്ങൾ ആരെയും പറ്റിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? ഇപ്പൊ നിലവിൽ ഇവരിട്ടേക്കുന്ന ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. നീത സതീശൻ എന്ന് വെച്ചാൽ പൊന്നൂസ് പുള്ളിക്കാരത്തിയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. അത് 2 അക്കൗണ്ടുകളിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സുജിന്റെ അക്കൗണ്ട്, ഒന്ന് സുജിന്റെ പെങ്ങളായിട്ടുള്ള കുഞ്ഞൂസിന്റെ അക്കൗണ്ടുമായിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ആദ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഉണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും, ഓക്കെ, നോട്ട് ദ പോയിന്റ്, തെറ്റിദ്ധാരണകൾ കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം, സന്തോഷം. 2 കുട്ടികൾക്ക് അച്ഛനും അമ്മയും തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇതും വെറും കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന് സംശയം പലർക്കും ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പം അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, മുൻപുണ്ടായ ചില സംഭവങ്ങൾ കണ്ടന്റ് ആയിരുന്നു എന്ന്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത കൊല്ലം വന്നിട്ട് വേറൊരു സാധനമായിട്ട് വന്നിട്ട് അവർ അന്നേരം അഡ്മിറ്റ് ചെയ്യും മുൻപുണ്ടായ ചില സാധനങ്ങൾ കണ്ടന്റ് ആയിരുന്നു എന്ന്. ഇതാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇത് അങ്ങനെയൊന്നും അല്ല ഗൈസ്, ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. അന്നത്തെ മാനസികാവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്. ഓക്കെ, സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവെച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കാം. അതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഈ സെയിം കാര്യം തന്നെയാണ് അന്നും ഇവർ പറയുന്നത്. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചും വിശ്വസിച്ചും കൂടെയുണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ടും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ആളുകളെ ബ്ലൂം ചിക്ക ബ്ലാബ്ല ആക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് പിന്തുണയും സ്നേഹവും കൊടുക്കുന്നത്? സ്റ്റിൽ ഇവരെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ കമന്റ് ബോക്സിൽ കാണാൻ പറ്റുന്നുണ്ട്. സന്തോഷം. എന്തേലും കാണിക്കും. ഇവിടെ കത്തിക്കാൻ അൽഹംദുലില്ലാ, ഞാൻ കേൾക്കാൻ കൊതിച്ച, എപ്പോഴും തോന്നിയവർ നല്ല, എനിക്ക് അപ്പോഴേ തോന്നി അവർ നല്ല
അഭിനേതാക്കളാണെന്ന്. തെറ്റുപറ്റാത്തവരായി ആരുമില്ല ഗോപി. ഓക്കെ, ഒരുപാട് ആളുകൾ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ് ഇതിൻ്റെ അടി വരുന്നുണ്ട്. നല്ല കാര്യം. നിങ്ങൾ തീരുമാനങ്ങൾ, അങ്ങനെ ഒരു സംഭവം യഥാർത്ഥമായിട്ട് നടന്നതാണെങ്കിൽ നിങ്ങൾ ആ ഒരു തീരുമാനം തിരുത്തിയതിൽ സന്തോഷം എന്നേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കുന്ന ഒരുത്തനല്ല, അങ്ങനെ അധികം അങ്ങനെ ആക്കിയിട്ടില്ല. എനിക്കൊന്ന് ഒരു വീഡിയോ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഇവരുടെ വീഡിയോ അങ്ങനെ എടുത്ത് ചെയ്തിട്ടില്ല. ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇവർ ഫെബ്രുവരി 12-ാം തീയതി 12-11 ഞങ്ങൾ പിരിയുന്നു എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്ന പോസ്റ്റ് മല്ലു ഫാമിലി സുജനം നടിക്കുമ്പോഴത്തേക്കും മൊത്തം വരുന്നത് റിയാക്ഷൻ എന്തോടെ നിങ്ങൾക്ക് ഇപ്പൊ കീവേഡ് ഒന്നും ഇല്ല, റിയാക്ഷൻ കാര്യം മാത്രമേ ഉള്ളൂ. മല്ലു ഫാമിലി ഡിവോഴ്സ് ഒന്നും അടിച്ചത്, മല്ലു ഫാമിലി അന്നേരം അടിച്ച റിയാക്ഷൻ വരുത്തും മല്ലു ഫാമിലി നടിക്കാം. എന്നിട്ടും ഇത് തന്നെയാണോ വരുന്നത്? എന്തൊരു കഷ്ടമാണ്. നിങ്ങൾക്ക് കീവേഡ് ഒന്നും ഇല്ല കേട്ടാ, അത് മൊത്തം റിയാക്ഷൻ കാര്യം കൊണ്ടുപോയി. മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ, അതായിരിക്കും നല്ലത്. എന്നിട്ടും നിങ്ങൾ വരുന്നില്ലേ? വന്ന് പോസ്റ്റ് 1 മന്ത് മുമ്പിട്ട പോസ്റ്റാണ്, അതൊന്ന് വായിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെച്ചോളൂ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, നോട്ട് ദ പോയിന്റ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിപ്പിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടുകൂടി ഞങ്ങൾ ഈ തീരുമാനം എടുത്തു എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് തന്നിട്ടേക്കുന്നത്. കൃത്യം 1 മാസമോ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിരിയുന്നില്ല എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റുമായിട്ട് വന്നു. ഇതേ തുടർന്ന് സുജിൻ ഒരു വീഡിയോ ആയിട്ട് വന്നു ഗൈസ്. ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം ഞാനോട് വെക്കാം. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ചെയ്ത് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ, ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പം വണ്ടി വാങ്ങുന്നത് പോലെ അത്ര എളുപ്പം എടുത്ത തീരുമാനമല്ല, വളരെ ആലോചിച്ച് ചിന്തിച്ച് രണ്ടുപേരും സംസാരിച്ച് എടുത്ത, മാസങ്ങളോളം സംസാരിച്ചെടുത്ത തീരുമാനമാണെന്നാണ് സുജിൻ ഇവിടെ പറയുന്നത്. ഞാൻ വിചാരിച്ചു എല്ലാ വട്ടത്തെയും പോലല്ല, ഇത് ചിലപ്പം ശരിയായിരിക്കും, അവർ ചിലപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് എടുത്ത തീരുമാനമായിരിക്കുമെന്ന്. ഇവർക്ക് മുമ്പ് ഇതുപോലുള്ള കുറച്ച് ഉടായ്പ് പാസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട്, ആളുകളെ പറ്റിക്കുന്ന ഒരു ശീലം ഉണ്ടായിട്ട് അങ്ങനെയും കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അന്ന് ഞാനും വിശ്വസിച്ചു ഇവർ വളരെ ചിന്തിച്ചൊക്കെ എടുത്ത തീരുമാനമായിരിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളംബരം ചെയ്യാൻ നിൽക്കുന്നത്? ഞങ്ങൾ പിരിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്ന് വിളംബരം ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും പച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടി എൻ്റെ പൊന്നൂസെ ഒന്ന് നിർത്ത്. നിങ്ങൾക്ക് 2 മക്കളുള്ളതല്ലേ, അവരിതൊക്കെ കണ്ടല്ലേ വളരണേ. അച്ഛനും അമ്മയും നമ്മുടെ സോഷ്യൽ മീഡിയ കിടന്ന അടി. സുജിൻ ഈ ഒരു 2 വീഡിയോ, ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് ഈ ഒരു ഡിവോഴ്സുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ പറയുന്ന പൊന്നൂസ് നിത, പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സാഡ് റീൽസ്, പറയുന്ന കുഞ്ചൂസിനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള റീൽസ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് എൻ്റെ നാത്തൂനെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി റീൽസ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കിയിട്ട് ഈ പൊന്നൂസിന്റെ ബിസിനസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഇതിനകത്തിന്റെ ഇടയിൽ നടന്നു എന്നൊരു സംശയം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് വാർത്ത വന്നതിന് ശേഷം സുജിൻ ഇട്ട 2ാമത്തെ വീഡിയോ ഞാൻ കാണിക്കാം. താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എത്തിയിട്ടില്ല. പറഞ്ഞത് ശരിയാണ്. സുജിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെന്റിമെന്റ്സ് പരിപാടികളോ ഒന്നും സുജിൻ ഇട്ടിട്ടില്ല. സുജിൻ സാധാരണ ഇടുന്നുണ്ട്. സുജിന്റെ 1-2 ബിസിനസ് കാര്യങ്ങളുണ്ട്, മറ്റേ കുക്കറിന്റെ അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ, അതിന്റെ മാത്രമൊക്കെ പുള്ളി ഇട്ടിട്ടുള്ളൂ. അല്ലാതെ ഈ സെന്റിമെന്റ്സ് പുള്ളി ഇട്ടിട്ടില്ല. അത് ശരിയാ, പറഞ്ഞത് ശരിയാ. പക്ഷെ നിധ അങ്ങനെ അല്ലായിരുന്നു. ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിലേക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത്. അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവള് കാരണം. അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി കാര്യങ്ങളും സൈഡാക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്.
നോട്ട് ദ പോയിന്റ്. പൊന്നൂസ് ആവശ്യമില്ലാത്ത സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇവർ ഈ പിരിയുന്നു എന്ന് പറയുന്ന പോസ്റ്റ് ഇട്ടതിന് ശേഷവും പൊന്നൂസ് ഈ കാര്യങ്ങൾ ഇടുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ സ്റ്റോറി നോക്കുന്ന സമയത്ത് പൊന്നൂസ് ഒരു സാഡ് സ്റ്റോറി അങ്ങോട്ട് ഇടും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തുരുതുരാന്ന് പൊന്നൂസിന്റെ ഒരു ബിസിനസ് ഉണ്ട്, മറ്റേ ഒരു ജ്വല്ലറി ബിസിനസ് ഉണ്ട്, ഇതിന്റെ പോസ്റ്റ് ആണ് ഇടുന്നത്. ഒരു 10 പോസ്റ്റ് അത് ഇടും. ആദ്യത്തെ സ്റ്റോറി സാഡ് ആയിരിക്കും, എന്നിട്ടാണ് ഈ പറയുന്ന ജ്വല്ലറിയുടെ സാധനം സോൾഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടും. എന്താണെങ്കിലും ഈ ഒരു സാഡ് സ്റ്റോറി ഇടുമ്പോൾ അതിന് എൻഗേജ്മെന്റ് ഉണ്ടാവും. നെക്സ്റ്റ് സ്റ്റോറി എന്താണെന്ന് ആൾക്കാർ നോക്കും. അപ്പോഴാണ് ഈ ജ്വല്ലറിയുടെ കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനകത്തൊരു ബിസിനസ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല. അതാണോ ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പുള്ളി പറയുന്ന ബാക്കിയോടെ കേൾക്ക്. നാട്ടുകാർ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. എന്ത് ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം കാണിച്ചു തരാം. എനിക്ക് വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. അത് നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചു തരാം. സത്യം, പുള്ളിക്കാരിയും കുഞ്ചൂസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഞാനത് ചോദിക്കണത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതിൽ ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. കേട്ടല്ലോ, സ്വന്തം ഭർത്താവായിട്ടുള്ള സുജിൻ തന്നെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, നിതയാണ് സ്ഥിരമായിട്ട് ഈ സ്റ്റോറി, സെന്റിമെന്റ്സ് സ്റ്റോറി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ സ്റ്റോറി കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ആ സെന്റിമെന്റ്സ് സ്റ്റോറി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നിതയുടെ ജ്വല്ലറി ഷോപ്പിന്റെ സ്റ്റോറീസ് ആണ്. എന്നിട്ട് കമന്റ്സ്, ഈ നിതയുടെ പോസ്റ്റിന്റെ അടി വരുന്ന കമന്റ്സ്, ചിരിക്കുന്ന മുഖത്ത് നീറുന്ന വേദന ഞങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മൂല്യം അറിയാവുന്നവരെയും സാന്നിധ്യം ആഗ്രഹിക്കുന്നവരെയും മുറുകെ പിടിക്കുക. മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ ശ്രമിക്കുന്നതിലും നല്ലത് അവരെ പോകാൻ അനുവദിച്ച് നമ്മളായി തുടരുന്നതാണ് നല്ലത്. സ്നേഹത്തോടെ അഖിൽ കണ്ണൂർ. ഈ അഖിൽ കണ്ണൂരിന് എന്തെങ്കിലും ഒരു അവാർഡ് വല്ലതും കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ബെസ്റ്റ് ഫോളോവർ അവാർഡ് വല്ലതും കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിൻ്റെ ഇടയിൽ പുള്ളി ഇതുപോലുള്ള ഭയങ്കര മോട്ടിവേഷനാണ് അഖിൽ കണ്ണൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഇവരുടെ ഡിവോഴ്സ് പോസ്റ്റിന്റെ ഡേറ്റ് എനിക്ക് അറിയത്തില്ല. ഡിവോഴ്സ് പോസ്റ്റ് ഇട്ടതിന് ശേഷം സുജിൻ ഇട്ട വീഡിയോയുടെ ഡേറ്റ് ഞാൻ കാണിക്കാം. ഫെബ്രുവരി 12. ഇവർ റീസെന്റ് ആയിട്ട്, ഈ നിത സതീശൻ റീസെന്റ് ആയിട്ട് ഒരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങി. അതിന്റെ ഒരു വീഡിയോ ഞാൻ വെക്കാം. ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം, ആ ഒരു ജേണി ഞാൻ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയാം ഓൺലൈൻ ബിസിനസ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു പുതിയൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് എഫേർട്ട് ഇട്ട് അത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇന്നും സ്പെഷ്യലാണ് അല്ലെ? അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് ഇനി അവിടെ നിന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഇഷാന ഡിസയർ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. ഐ ഹോപ്പ് യു ഓൾ ലവ്. അപ്പം ഇവരുടെ പുതിയ സംരംഭം ഇഷാന ഡിസയർ ജാനുവരി 29 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റയിൽ ആ പോസ്റ്റ് ഇട്ടേക്കുന്ന ഡേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പ്രേക്ഷകരായി നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങൾ പിരിയാണ്, ആ ഒരു അവസ്ഥ വരികയാണ്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മോശം സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും മോശം അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമോ? അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമോ? നിങ്ങളുടെ ഏറ്റവും മോശം സമയത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമോ? ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡും ശരീരവും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ ലൈഫിലെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, അത്രയും മെന്റലി സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് നിത മുന്നോട്ട് വരുന്നത്. ആൻഡ് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആദ്യത്തെ പോസ്റ്റ് ഇട്ടത് ഫെബ്രുവരി 12. ഈ പോസ്റ്റ് ഇട്ട 12-ാം തീയതി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ നിത തൻ്റെ ഈ പുതിയ സംരംഭത്തിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഫെബ്രുവരി 13 ഇട്ടേക്കുന്നത് കേട്ടോ. ഗേൾസ് വേഗം തന്നെ നമ്മുടെ ജുമുക്കാസ് ഓർഡർ ചെയ്തു ട്ടോ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നു ഫെബ്രുവരി 13. ഇൻസ്റ്റയിൽ ഭയങ്കര സാഡ് അടിച്ച് ഫെബ്രുവരി 12 മറ്റേ ഒറിജിനൽ അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നു. ഫെബ്രുവരി 13 ഇപ്പുറത്തെ ഇവരുടെ ജ്വല്ലറി ഷോപ്പിന്റെ അക്കൗണ്ടിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നു, വേഗം ഓർഡർ ചെയ്യൂട്ടോ എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ കാണുമ്പം ആർക്കാണെങ്കിലും തോന്നും നിങ്ങളെന്തോ ജനങ്ങളെ പൊട്ടന്മാരാക്കുവാണോ. ഇപ്പൊ നിങ്ങൾ പിരിയണമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം എന്തിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിങ്ങൾ വിളമ്പുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഇത് നിങ്ങൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, രണ്ടാമതും അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ
നിങ്ങളുടെ പഴയ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ബൈറ്റ് ബിഹൈൻഡ് വുഡ്സിനകത്തോട്ട് ഞാനൊന്ന് കാണിക്കാം. നിങ്ങളുടെ ഈ സീരിയൽ നാടകം കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളപ്പോ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അല്ല, ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, ആ സീരിയൽ നാടകം കഴിഞ്ഞു? അല്ലാതെ സത്യം ആങ്കർ തന്നെ ചോദിക്കുന്നു അന്ന് നിങ്ങളുടെ ഈ സീരിയൽ നാടകം കഴിഞ്ഞോ എന്ന്. ബാക്കി പറ, ആൻസർ കേൾക്കട്ടെ. അല്ലാതെ സത്യം നാടകമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സീരിയൽ ഇനിയും നീട്ടിക്കൊണ്ടുപോയായിരുന്നു. ഇപ്പൊ ഞങ്ങളിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും ഓപ്പൺ അപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ട് ജഡ്ജ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ചോദ്യം ചോദിക്കേണ്ടതൊക്കെ ഒരു അവസരം ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. കാരണം നമ്മള് ഫാമിലി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് ഇങ്ങനെ കാണിച്ചത്. നമ്മൾ വീട്ടിൽ എന്ത് നടന്നാലും നമ്മൾ അതൊക്കെ അപ്പം അവർക്കും നമ്മൾ ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാനും ജഡ്ജ് ചെയ്യാനും അതിനൊക്കെ അവർ എന്തുണ്ടായാലും നമ്മുടെ ഫാമിലി എന്തെങ്കിലും അറിയണം എന്നുള്ളൊരു ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പം അതിപ്പോ ഞങ്ങൾ റിയലൈസ് തുടർന്നല്ലേ സബ്സ്ക്രൈബ് ആൾക്കാർ എന്തിനും പറഞ്ഞ പിറ്റേ ദിവസം ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടും ഡെയിലി. അപ്പൊ സബ്സ്ക്രൈബ് ആൾക്കാർ എന്തിനും പറഞ്ഞു കഴിഞ്ഞാല് പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു. എപ്പോഴും അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം കൂടെ അതവിടെ നിർത്തി. ഈ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി എന്ന് അന്ന് എത്ര നാൾക്ക് മുമ്പ് വന്ന വീഡിയോ നോക്കട്ടെ, 2023 ഡിസംബർ 27 വന്ന വീഡിയോ ആണ്. അന്ന് നിർത്തി എന്ന് പറഞ്ഞതാണ്. ഇനി ഞങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ 2-2.5 കൊല്ലമായി. ഇതിവിടെ തീരത്തില്ല ഗൈസ്, ഇത് ഇങ്ങനെ തുടരും. നിങ്ങൾ അന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. നിങ്ങൾ അന്ന് അത് റിയലൈസ് ചെയ്തു എങ്കിൽ ഇന്നൊരിക്കലും നിങ്ങൾ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് വരില്ല. നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ ഈ സെയിം മിസ്റ്റേക്ക് പിന്നീടും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് ജനങ്ങളെ മൂഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിന്റെ അപ്പുറത്തൊരു വാക്ക് ഉപയോഗിക്കാനില്ല. ഇനിയെങ്കിലും ഒന്ന് നിർത്തണേ. എന്തുവാടേ ഇത്? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ പിരിയണമെന്ന് ഇവിടെ ആർക്കും ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങൾ സന്തോഷമായിട്ട് പൊക്കോ. പക്ഷെ ഈ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും പറ്റിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്ത്. അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കും. ആരെങ്കിലും ഇനി വിശ്വസിക്കുമോ? ഇനി ഇത് ശരിയാണെങ്കിൽ തന്നെ വിശ്വസിക്കുമോ? എനിക്കിപ്പോ ഈ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡൗട്ട് തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻപുള്ള ചെയ്തികൾ വെച്ചിട്ടാണ്. സീരിയസ്ലി 12-ാം തീയതി പോസ്റ്റ് എടുത്തു, 13-ാം തീയതി ആണ്ടത് ഇതാ ജ്വല്ലറിയുടെ പേജിൽ പോസ്റ്റ് ഇടുന്നു, വേഗം വന്ന് വാങ്ങിക്കുമെന്നും പറഞ്ഞിട്ട്. ഇത്ര സാഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത്രയും ചിരിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിട്ട് പോസ്റ്റ് ഇടാൻ കാണിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അത് സമ്മതിക്കണം കേട്ടാ. ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ലാസ്റ്റത്തെ ഈ ഒരു നാടകം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് സുജിന്റെ ഭാര്യയായിട്ടുള്ള പൊന്നൂസാണ്. ഈ ഒരു കാര്യം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതും പൊന്നൂസാണ്. കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല. ഇത് തുടരും. അപ്പൊ ശരി, ബൈ.